ഹലോ ഫ്രണ്ട്സ്, ഇതേ കുട്ടപ്പിയുടെ കയ്യിൽ എന്താണെന്നല്ല, ഇത് നമ്മുടെ ഏട്ടാക്കുരിയുടെ മുട്ടയും കരളും കുടലും ഒക്കെ ആയിട്ടാണ്. ഞങ്ങൾക്ക് ഇന്ന് ഏട്ടാക്കുരി ആയിരുന്നു കിട്ടിയപ്പോൾ അതിൽ നിറയെ മുട്ട ഉണ്ടായിരുന്നേ. സാധാരണ നമ്മൾ ഫ്രൈ അല്ല ചെയ്യുന്നത്. എനിക്ക് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും അമ്മയൊക്കെ ഇത് ഇങ്ങനൊരു സെറ്റപ്പാണ് ചെയ്ത് തരുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാവേ. അതിനകത്ത് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഏട്ടാക്കുരിയുടെ സംഭവങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മുടെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ മൂടി തുറക്കുമ്പോൾ ഇതേപോലെ സംഭവം വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടിരിക്കും കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിലുള്ള മസാല എന്ന് പറയാൻ വലിയ ഇതൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തന്നെ കേട്ടോ എൻ്റെ മസാല ഇട്ടിട്ടത്. അപ്പോൾ അതൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇതേപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കൽ കേട്ടോ. ഇതേ ഒരു സെറ്റപ്പിലും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഇനി വെറുതെ വേണമെങ്കിലും കഴിക്കാം. ഞങ്ങൾക്കിന്ന് ദോശയായിരുന്നു, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ കേട്ടോ കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാവേ കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളത് മുട്ട ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. സൂപ്പർ.